ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കുക്കൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച ഒരു ദിവസമായിരുന്നു. അതായത് വീക്കെൻഡ് അല്ല, വീക്ക് ഡേയിലെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുക്കിംഗ് ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ 2 ദോശയും കുറച്ച് സാമ്പാറുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും അതുപോലെ തന്നെ ഈവനിങ് ടീ ആൻഡ് സ്നാക്കും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ചെറിയ കുക്കിങ്ങും കൂടി ലഞ്ചിൻ്റെ ചെറിയൊരു കുക്കിംഗ് പ്രിപ്പറേഷനും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഞാൻ ഷെയർ ചെയ്തിട്ട് കുറച്ച് ഡേയ്സായി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈദ് ഹോളിഡേയ്സിൻ്റെ നമ്മുടെ ഔട്ടിംഗ് പരമായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയും സാമ്പാറും ഒരു കപ്പ് ചൂട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ലഞ്ചിന് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമല്ലോ. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലഞ്ചിന് ഒരു തട്ടിക്കൂട്ട് ലഞ്ച്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കുറച്ച് പ്രോൺസ് എടുത്തിരുന്നു. പ്രോൺസിലേക്ക് കുറച്ച് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്തു. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇന്ന് ഞാൻ നോർമലി സാധാ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഉള്ളിയോ കറിവേപ്പിലയോ സവോളയോ ഗാർലിക്കോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് തോരനും കാര്യങ്ങളും 1-2 കറികളൊക്കെ എക്സ്ട്രാ വെക്കുന്നത് കൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ഗ്രേവി മസാല കൂടുതലാക്കുന്നില്ല. പിന്നെ ഞാൻ അതിന് ശേഷം എഗ് ഓംലെറ്റ്. അപ്പോൾ ഒരു പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതും ഒരു 2 കൊച്ചുള്ളിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓംലെറ്റും കൂടി റെഡിയാക്കുകയാണ്. നമ്മുടെ പ്രോൺസിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ സൈഡൊന്ന് തിരിച്ചു കൊടുക്കുകയാണ്. പ്രോൺസ് എന്ന് പറയുന്നത് ഓവർ കുക്കായി പോകണ്ട. അപ്പോൾ ഓവർ കുക്കായി പോവുകയാണെങ്കിൽ നമ്മുടെ പ്രോൺസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെടും. ഉള്ളിലൊരു റബ്ബറിഷ് ഫീലായിരിക്കും. അപ്പോൾ നമ്മൾ ജ്യൂസി ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ കുറച്ച് ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കഴിക്കണമെങ്കിൽ പ്രോൺസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ തന്നെ മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ എഗ്ഗ് ഓംലെറ്റും ഇപ്പം ഓംലെറ്റ് പൊരിക്കുമ്പോൾ തീരെ തിന്നായിട്ട് പൊരിക്കുന്നത് ഇഷ്ടം പെടുന്നില്ല. അതായത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, അതിലൊക്കെ പൊരിക്കുമ്പോൾ അതുകൊണ്ട് ഒരു തിക്കായിട്ട് എഗ്ഗ് ഓംലെറ്റൊക്കെ പൊരിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള തനി നാടൻ ഉച്ച ഊണ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് പരിപ്പ് കറി വെച്ചായിരുന്നു. പരിപ്പ് കറി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മുടെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പരിപ്പ് കറി വെച്ചിരുന്നു. പിന്നെ നമ്മുടെ തിക്കായിട്ടുള്ള ഒരു എഗ്ഗ് ഓംലെറ്റ്, പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്തത്, പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട്, പിന്നെ കേർഡുണ്ട്, പിന്നെ ചോറ് ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്ത നല്ല ചൂട് ചോറ്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറൊക്കെ ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ മീനച്ചാറും ഗാർലിക് അച്ചാറൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അത് ഇപ്പം ചോറിന് കുറച്ച് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ അച്ചാറുകൾ പിക്കിൾസും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഫില്ല് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പ്രോൺസ് ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ നാടൻ പപ്പടമല്ല, നമ്മുടെ തമിഴ്നാട് ടൈപ്പ് അപ്പളം, ഇത് നമുക്കിഷ്ടമാണ്. അപ്പം നമ്മൾ ഇതാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ഇടയ്ക്ക് പപ്പടവും വാങ്ങിക്കാറുണ്ട്. നല്ല പപ്പടം കിട്ടുവാണെങ്കിൽ പപ്പടവും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ലഞ്ച് ടൈമായി. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറും, പിന്നെ ഞാൻ ആദ്യം കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തതെടുത്തു, പിന്നെ ക്യാബേജും, പിന്നെ വളരെ കുറച്ച്
ക്യാരറ്റും കൂടെ ഇട്ടിട്ട് ഒരു ക്യാരറ്റ് തോരൻ, പിന്നെ അതിലേക്ക് കുറച്ച് പരിപ്പ് കറി, പിന്നെ പപ്പടം, ചമ്മന്തിപ്പൊടി, അച്ചാർ, അങ്ങനെ ഞാൻ എല്ലാം കൂടി വാരിക്കോരി വെക്കുന്നില്ല. അപ്പം എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ മീനച്ചാർ എടുക്കുന്നുണ്ട്. എന്താണേലും വീട്ടിൽ അമ്മമാരിട്ട് തരുന്ന മീനച്ചാറിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമ്മൾ ഈ ബോട്ടിൽ പിക്കിൾസ് വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ല. അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഞാൻ അച്ചാറിടാനായിട്ട് ട്രൈ ചെയ്യുവാണെങ്കിൽ അച്ചാറിടാം, പക്ഷേ ഞാനങ്ങനെ അച്ചാർ അധികം ഒറ്റയ്ക്ക് ഇട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീർന്നപ്പോൾ അങ്ങ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള നാടൻ ഉച്ച ഊണ്. അപ്പോൾ ഇക്ക ലഞ്ച് കഴിക്കുന്ന ടൈമായപ്പോൾ എത്തിയിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ലഞ്ച് കഴിക്കുന്ന ടൈമായപ്പോൾ എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കാക്ക് ഇഷ്ടപ്പെട്ട പരിപ്പ് കറിയും ക്യാബേജ് തോരനും അതുപോലെ തന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തതും ഒക്കെ എടുത്തത്. പിന്നെ എഗ്ഗ് ഓംലെറ്റ്, എനിക്ക് പ്രോൺസ് ഉള്ളതുകൊണ്ട് എനിക്ക് എഗ്ഗ് ഓംലെറ്റ് വേണ്ടായിരുന്നു. ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് എഗ്ഗ് ഓംലെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉള്ള ഇത്രയുമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ഈ പരിപ്പ് കറി ഒന്നും ഒരുപാട് അങ്ങ് ചോറിലേക്ക് വാരിക്കോരി ഒഴിക്കുന്ന ഇഷ്ടമല്ല. സൈഡിൽ കുറച്ച് പരിപ്പ് കറി വെച്ച് തൊട്ട് കൂട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഉണ്ടതിന് ശേഷം നല്ല അടിപൊളി മാങ്ങ കിട്ടിയായിരുന്നു. കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയപ്പോൾ നല്ല നാടൻ മാങ്ങ കിട്ടി. അപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാങ്ങയുടെ തൊലി കട്ട് ചെയ്ത് കഴിച്ചില്ല. കാരണം നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന നല്ല നാരുള്ള മാങ്ങയുണ്ടല്ലോ, അപ്പോൾ അപ്പം തൊലിയോട് കൂടി കടിച്ച് തിന്നാമെന്ന് വിചാരിച്ച് തൊലിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല ചൂട് ബ്ലാക്ക് കോഫി കുടിക്കാൻ തോന്നി. അപ്പോൾ ഇക്കാക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വീട്ടിലുള്ളത് കൊണ്ട് കോഫി ചോദിച്ചു. അപ്പോൾ എനിക്കും ഒരു കപ്പ് കോഫി ഇട്ടു. പിന്നെ കോഫിയുടെ കൂടെ നമ്മൾ കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഒരു കേക്ക് ടൈപ്പ് ഒരു റസ്ക്കും കുറച്ച് നട്ട്സ്, പിസ്തായും പ്ലെയിൻ കാഷ്യൂനട്ടും ഒക്കെ എടുത്ത് അതൊക്കെ ചേർത്ത് നമ്മൾ കാപ്പി കുടിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും പിന്നെയും ചെറിയ രീതിയിൽ കുക്കിങ്ങിലേക്ക് കയറേണ്ടി വന്നു. കാരണം സാമ്പാർ കഴിഞ്ഞ ദിവസത്തെ സാമ്പാർ ഇന്നും കൂടെ എടുത്ത് തീർത്തതായിരുന്നു. അപ്പോൾ സാമ്പാർ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഷായിട്ട് കുറച്ച് മുട്ടക്കറി വെക്കുകയാണ്. ഇത് കുക്കറിൽ വെച്ചതിന് ശേഷം പാനിലേക്ക് മാറ്റിയതിന് ശേഷം തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് നമുക്കിഷ്ടം. ഞാൻ അല്ലാതെ ഇടയ്ക്ക് വെക്കാറുണ്ട്, എങ്കിലും നമുക്ക് കൂടുതൽ ഇഷ്ടം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിൻ്റെ സ്പെഷ്യലെന്ന് പറയുന്നത് നല്ല തേങ്ങാപ്പാൽ മുട്ടക്കറിയും നല്ല ചൂട് ചിരട്ടപ്പുട്ടും പിന്നെ ഒരു കടിഞ്ചായ, ഞാൻ ഒരു കപ്പ് കടിഞ്ചായ ബ്ലാക്ക് ടീയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് പപ്പടം കൂടെ 3-4 പപ്പടവും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ, നല്ല ചൂട് പുട്ടും പപ്പടവും അതുപോലെ തന്നെ കറിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് എൻ്റെ ഡിന്നർ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിച്ച വീട്ടിലെ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നുമല്ല, എനിക്ക് വേണ്ടി ഞാൻ കഴിച്ച എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ലഞ്ച്, എൻ്റെ ടീ ആൻഡ് സ്നാക്ക്, അതുപോലെ തന്നെ എൻ്റെ ഡിന്നർ. അപ്പം ഞാൻ എന്തൊക്കെ ഈ വീഡിയോയിൽ, അതായത് ആ ദിവസം ഞാൻ കഴിച്ചതും കുടിച്ചതുമായിട്ടുള്ള എൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലും വീക്കെൻഡ്സിൽ ആയിരിക്കും നമ്മൾ പുറത്തു പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അല്ലാത്ത ദിവസങ്ങളിൽ നോർമലി വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസം എൻ്റെ അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ടേസ്റ്റി ഹോംലി മീൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ, ഞാനപ്പോൾ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.